ഹേ ഗായ്സ്, അപ്പം നമ്മളിന്നൊരു കുക്കിംഗ് വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. കാലത്തെ തന്നെ അച്ഛൻ ചിക്കൻ്റെ ലിവറും അതേപോലെ തന്നെ അതിൻ്റെ പാർട്സ് കാര്യങ്ങളായിട്ട് വന്നു. അച്ഛൻ പറഞ്ഞത് ഞാൻ വൃത്തിയാക്കി തരാമെന്ന്. അച്ഛൻ അങ്ങനെ അതെല്ലാം ക്ലീൻ ആക്കി തന്നു. ലിവറും അതിൻ്റെ ഇതും സെപ്പറേറ്റ് ആക്കി എടുത്തു. ലിവർ മാത്രമേ നമ്മളിന്ന് എടുക്കുന്നുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ജാനിതേ ഐസ്ക്രീമായിട്ട് വന്നു. വേറൊന്നിനുമല്ല, ആൾ അതിൻ്റെ മുകളിലിരിക്കുന്ന അത് കഴിക്കത്തില്ല. എനിക്ക് തോന്നുന്നത് ബ്ലൂബെറി എങ്ങാണ്ടായിരുന്നു. അങ്ങനെ അത് ഞാൻ കഴിച്ചു. ബാക്കി ആൾ വാങ്ങിക്കൊണ്ട് പോയി. നേരെ പോയത് അച്ചാമ്മയുടെ അടുത്തേക്കാണ്. അച്ചാമ്മയുടെ കഴിഞ്ഞതേ വഴക്ക് കിട്ടി നിൽക്കുകയാണ്. പക്ഷേ ആൾക്കതിൻ്റെ ഒരു ഇതും ഇല്ല. കാരണം ഞങ്ങൾ വഴക്ക് കിട്ടിയാലും ഐസ്ക്രീം കഴിക്കും എന്നുള്ളൊരു ചിന്തയിലാണ് അവൾ. അങ്ങനെ അച്ഛനതെല്ലാം കഴുകി വൃത്തിയാക്കി തന്നു. ഞാനതൊന്നും കൂടെ വെള്ളത്തിലെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തു. അത് നേരെ കുക്കറിലേക്ക് ഇട്ടു. അതിലേക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, അതേപോലെ തന്നെ ഇച്ചിരി ഉപ്പ് ഇട്ട് അത് പരട്ടി നമ്മൾ കുക്കർ അടച്ച് നമ്മൾ അടുപ്പയിലേക്ക് വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് വിസിലടിച്ചു. അങ്ങനെ ഞാൻ അവനെ ഇറക്കി നമ്മളുടെ ബേസിനിലോട്ട് വെച്ചു. കുറച്ച് വെള്ളം ഒഴിച്ചു. കാരണം അതിനകത്ത് ആവി ഉണ്ടെങ്കിൽ അത് പോയിട്ട് ഓപ്പൺ ആക്കാമല്ലോ എന്ന് കരുതി. അങ്ങനെ ഞാൻ ആവിയൊക്കെ കളഞ്ഞു. തുറന്നപ്പോഴത്തേക്ക് നല്ല ചൂട് ആവി പുറത്തേക്ക് വരുന്നുണ്ട്. ഓൾറെഡി അത് വെന്തു. ഇങ്ങനെയും കഴിക്കാം, അതെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തും കഴിക്കാം. ഈ ഒരു സമയത്ത് ഞാൻ ഒരാളെ മിസ് ചെയ്യുന്നുണ്ട്. കാരണം പാത്രം കൊണ്ട് വന്ന് നിൽക്കും. അതൊക്കെ പോട്ടെ. ഞാൻ പാൻ അടപ്പയിൽ വെച്ചു, ഗ്യാസ് കത്തിച്ചു. ഇതിനിടയ്ക്ക് ഒരു കട്ടുണ്ടായിരുന്നു, അത് പോയി. അടപ്പ് എവിടെയോ തെറിച്ചു പോയി. പിന്നെ അത് തപ്പിപ്പറക്കി എടുത്തു. അങ്ങനെ എണ്ണ ഒഴിച്ചു. ചൂടായ എണ്ണയിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി, അതേപോലെ തന്നെ പച്ചമുളകും, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെയ്യാതെ അതുപോലെ തന്നെ പച്ചമുളകും ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിട്ടു ഞാൻ നല്ല രീതിയിൽ മൂപ്പിച്ചു. മൂത്ത് വന്നപ്പോഴത്തേക്ക് പിന്നെ അതിലേക്ക് ആ വേവിച്ച് വെച്ചിരുന്ന ലിവറും കൂടെ തട്ടി അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേണമെങ്കിൽ ഇനിയും കുരുമുളക് പൊടി അല്ലെങ്കിൽ മസാല, ഗരം മസാലയും കുരുമുളക് പൊടിയും ഉപ്പ് നോക്കിയിട്ട് ഞാൻ പിന്നെ അത് ആഡ് ചെയ്തിരുന്നു. പിന്നെ അതിൽ നിന്ന് കുറച്ച് നെയ്യ് ഉണ്ടായിരുന്നു, അത് ഞാൻ ഇപ്പം ആഡ് ചെയ്തു. നല്ലതുപോലെ ഇനി മിക്സ് ചെയ്യണം. കുരുമുളക് പൊടിയെല്ലാം നമ്മുടെ ആവശ്യത്തിന് ഇനി ഇട്ട് കൊടുക്കാം. അങ്ങനെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ വരട്ടി ഇതിനി നമുക്ക് ചപ്പാത്തി, ദോശ, ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാം. വെറുതെ വേണമെങ്കിലും കഴിക്കാം. ഇതൊക്കെ കൂടെ ടച്ചിങ്സ് ആക്കിയിട്ടും കഴിക്കാം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.